വെള്ളക്കടലയും കൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും കറി തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വരും, വേഗം തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. സോ ഗൈസ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഈ ഒരു കറിക്കായി നമ്മൾ വെള്ളക്കടല തലേദിവസം രാത്രി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെള്ള തുണി എടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു തുണി കഷ്ണം മതി കേട്ടോ. അതിലോട്ട് നമുക്കൊരു കുഞ്ഞ് പട്ട ഒന്ന് വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് നമ്മുടെ കുക്കറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുണിയിൽ ഇത് പൊതിയായിട്ട് കെട്ടിയെടുക്കാൻ പോകുന്നത്. പട്ട ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3-4 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, ഒരു 5-8 കുരുമുളക്, ഒരു 2 ബേ ലീവ്സ് ഇതുപോലെ ഒന്ന് ഞുറുക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പൊട്ടി വരും കേട്ടോ. അപ്പോൾ ആ നല്ല ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ 2 പീസ് ആകുന്ന രീതിയിൽ ആക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു കടലക്കറിക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ നമ്മുടെ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂണ് അയമോദകവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അജ്വായിൻ എന്ന് പറയും. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നല്ലൊരു ഒരു കിഴി നമ്മൾ തയ്യാറാക്കിയില്ലേ, അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടി നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കിഴി കെട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടല ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ഒരു കിഴി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കടലയുടെ നേർക്ക് തന്നെ നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു കടല നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു ഞുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 4-5 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അയമോദകം കൈമ വെച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അയമോദകം ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴട്ടി വന്ന് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ വഴട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി മുളകിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നമ്മൾ കിഴി കെട്ടിയത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം നോക്കിക്കോളൂ, നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാം, നമ്മുടെ ആ ഒരു സവോള എല്ലാം വന്നിട്ടുണ്ട്. അതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് കിച്ചൺ കിങ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ വക ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. ഈ വക ഒന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം കേട്ടോ. ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസ് തക്കാളിക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഓയിൽ റിലീസ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴട്ടി ആ ഒരു തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 2 തവി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഒരു തവിയും കൊണ്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കറി നല്ലൊരു കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കടല മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. കടലയുടെ വെള്ളം നമുക്ക് ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. കടല ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രേവിയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് ഗ്രേവിയിലോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കടല വേവിച്ച വെള്ളം നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് മതിയെങ്കിൽ ഇതേ രീതിയിലൊന്ന് ബോയിൽ ചെയ്തെടുത്തോളൂ. ഇനി ഞാൻ ഇതിലോട്ട് 1 കപ്പ് വെള്ളം, നല്ല ചൂട് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലൂസ് ആക്കുന്നുണ്ടായിരുന്നു. ഏകദേശം കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്നെസ് ആയി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് നല്ല ചൂട് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഈ ഒരു കറി ജസ്റ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക് ഞാൻ നീളത്തിൽ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് ഈ വക രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി കൈമേ വെച്ച് നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിൽ നമ്മുടെ ഈ ഒരു കറിയിലോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നല്ല ഫ്ലേവറിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അല്ല അടിപൊളി ടേസ്റ്റി സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർബ്, എനിക്ക് വാക്കുകളില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്തതിന് ശേഷം എന്തിൻ്റെ ഒപ്പവും കൂടെ കഴിക്കാം കേട്ടോ. ചപ്പാത്തി, നാൻ, ഈവൻ നമ്മുടെ റൈസായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസോ ഗീ റൈസ് എന്തിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോളോയും കൂടെ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.